ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അടുത്ത ആഴ്ച പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കാർത്തികേയനെ സൂക്ഷിച്ചു നോക്കുന്ന നമ്മുടെ ഗംഗപ്രസാദ് അവിടെ നിന്ന് നേരെ പോണത് കിരണിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ കിരണിന്റെ കല്യാണിന്റെ വീട്ടിലേക്ക് ഗംഗപ്രസാദ് പോണ സമയത്ത് അവിടെ കാർത്തികയുണ്ട്. പക്ഷെ ഗംഗപ്രസാദിന് അറിയില്ല കാർത്തിക അവിടെ ഉള്ള കാര്യം. അതറിയാതെയാണ് അങ്ങോട്ടേക്ക് പോണത്. അപ്പൊ കല്യാണിയാണ് വാതിൽ തുറക്കുന്നത്. ആ ഇതാരും ജെറിയേട്ടനോ, വാ അകത്തേക്ക് വാ, എങ്ങനെയുണ്ട് കല്യാണി, കിരൺ ഇപ്പോ ഇങ്ങനെ ചോദിക്കുമ്പോ അതേ കിടപ്പ് തന്നെയാണ്, വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്ങനെ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോ കിരൺ അതുപോലെ തന്നെ കിടക്കുക കേട്ടോ. ജെറിക്കൊരു സന്തോഷമാവാണ് കിരണെ കാണുമ്പോ. ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും വല്ലാത്ത കഷ്ടം തന്നെ, ഇത്ര ചെറുപ്പത്തിൽ ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് പറയാണ്. എല്ലാ കല്യാണി ഡോക്ടർമാർ എന്താ പറഞ്ഞത്, പ്രതീക്ഷക്ക് വകയുണ്ടെന്ന് പറഞ്ഞോ? അറിയില്ല ചെറിയേട്ടാ, ഡോക്ടർമാർ അങ്ങനെ തറപ്പിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, എന്റെ കിരണേട്ടൻ എനിക്ക് ജീവനോട് കിട്ടിയല്ലോ, എനിക്ക് അത് മതി എന്നൊക്കെ പറയണം. ചെറിയേട്ടൻ എവിടെ ഇരിക്കും, ഞാൻ കുടിക്കാനും എടുക്കാന്ന് പറഞ്ഞിട്ട് കല്യാണി അടുക്കളയിലേക്ക് പോണ സമയത്താണ് കാർത്തികയുടെ ഒച്ച ചെറി കേൾക്കണം കേട്ടോ. ഈശ്വര അവിടെ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടണമല്ലോ എന്ന് ചെറി മനസ്സിൽ വിചാരിക്കുകയാണ്. ചെറി അവിടെ നിന്ന് കല്യാണിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ അവിടെ നിന്ന് ഓടിച്ചാടി രക്ഷപ്പെടുക കേട്ടോ. അപ്പൊ ചെറി അങ്ങനെ രക്ഷപ്പെട്ട് ഓടി പോകുമ്പോഴേക്കും നമ്മുടെ കല്യാണിക്ക് കിരണ സംശയം തോന്നുവാണ്. ഇതെന്താ ഓടിപ്പോയത്, എന്തോ പെട്ടെന്ന് എന്തോ മറയ്ക്കാൻ പോലെ തോന്നുന്നുണ്ട്. കിരണേട്ട ഇയാള് എന്തെങ്കിലും സംശയം ഉണ്ടോ പോലെ കിരണേട്ടന് തോന്നുന്നുണ്ടോ എന്ന് കല്യാണി ചോദിക്കുകയാണ്. അതേ കല്യാണി, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ ചെറിയ ആരാന്നുള്ള സംശയം തീർക്കാൻ വേണ്ടി കിരണും കല്യാണിയും പുറപ്പെടുക കേട്ടോ. അത് മാത്രമല്ല, നമ്മുടെ സരിയും ഷാരിയൊക്കെ കിരണെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നുണ്ട്, കളിയാക്കാൻ വേണ്ടിയിട്ടാട്ടോ വരുന്നത്. ആ സമയത്ത് കിരൺ അങ്ങനത്തെ നിപ്പ് കിടപ്പ് അതേപടി കിടക്കുവാണ്. അത് കാണുമ്പോ സരിയുവിനും ഷാരികൊക്കെ സന്തോഷം വരുന്നുണ്ട്. പക്ഷെ കിരണിന്റെ മനസ്സിൽ ചിരിക്കും കേട്ടോ. കാരണം ഇവരൊക്കെ ഇത്രമാത്രം സന്തോഷിക്കുന്നത് നാളെ സങ്കടപ്പെടാനാണല്ലോ എന്ന് ആലോചിച്ചിട്ട്. എന്തായാലും ഗംഗപ്രസാദിന്റെ ആ ഒരു പൊളിച്ചുകളി നമ്മുടെ കാർത്തിക തന്നെയാണ് അവസാനിപ്പിക്കാൻ പോണത്. കാർത്തിക തന്നെ സത്യങ്ങളൊക്കെ പറയും. ഇവിടെ ജെറിയായിട്ട് വരുന്നത് തന്നെയാണ് ഗംഗപ്രസാദ് എന്ന് പറഞ്ഞിട്ട് കാർത്തികയും കല്യാണിയൊക്കെ നല്ല രീതിയിൽ പെരുമാറി വിടാൻ പോണ ഭാഗമായിട്ട് ഇനി നമ്മൾ കാണാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.